എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നോ ബേക്ക് എഗ് ബനാന കുക്കി. അതായത് പഴവും മുട്ടയും മാത്രം ആവശ്യമുള്ളൂ. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മളൊരു കുക്കി ഉണ്ടാക്കുന്നു. അത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പാനിലാണ് ഉണ്ടാക്കുന്നത്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉള്ള കാരണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ വീട്ടിൽ പഴം ഓവർ റൈപ്പായിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. ഇതോണം കുക്കി ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. Welcome back to a new video. Today we are gonna make no bake cookie. That means no need of baking it. We only need two ingredients to bake this cookie, that is ripened banana and egg. If you have over ripened banana at your home, there is no need of throwing it out. You can make like this cookie. So let's see how to make egg banana cookie, that is no bake egg banana cookie. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നന്നായി പഴുത്ത രണ്ട് പഴം. ആ പഴത്തിൻ്റെ തൊലി കളഞ്ഞ് നമുക്കെടുക്കാം. ഇനി നമുക്ക് രണ്ട് മുട്ട ഈ ബോളിലോട്ട് പൊട്ടിച്ചിടാം. ഇതിനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞെടുത്ത പഴം വച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്തെടുക്കാം. പഴം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തു. ഇതുകൊണ്ട് കൈകൊണ്ട് ഉടയ്ക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ കറക്കി എടുക്കാവുന്നതുമാണ്. ഇത് കണ്ടോ, ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ അടുപ്പത്ത് വെച്ച് ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പഴവും മുട്ടയും കൂടെ അടിച്ചു വച്ചിരിക്കുന്ന ചെറിയ കുക്കിയുടെ സൈസിൽ റൗണ്ട് ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 2 മിനിറ്റായി. നമുക്കിനി ഈ സൈഡ് മറിച്ചിടാം. ഇതെല്ലാം നമ്മൾ മറിച്ചിട്ടു. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട സൈഡ് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി മറിച്ചിട്ട സൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗണിഷ് കളറായി നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തൊന്ന് മാറ്റാം.
ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബനാന എഗ് കുക്കി റെഡിയായി. ഇത് നല്ല അടിപൊളി രുചിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം, സിനമൺ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ ബനാനയ്ക്ക് പഴത്തിന് മധുരമുള്ള കാരണം അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാനിനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഷുഗർ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് നല്ല പഴുത്ത പഴമായ കാരണം ആവശ്യത്തിന് മധുരമുണ്ട് ഇതിന്. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണല്ലോ പഴവും മുട്ടയൊക്കെ. അന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്നാക്കാണിത്. ഞാൻ ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പ കൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഡസ്റ്റ് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ നോ ബേക്ക് എഗ് ബനാന കുക്കി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരണം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവർ എഗ് ബനാന കുക്കി ഈസ് റെഡി. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. ഒരു പുതിയ വീഡിയോയിൽ കാണും വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.